പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ ഈ ചർച്ചയിൽ കേരളത്തിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏപ്രിൽ 26 നടന്നത്. അന്നത്തെ ആ തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള വോട്ട് കുറവ് അല്ലെങ്കിൽ പോളിംഗ് രേഖപ്പെടുത്തൽ അതിൽ വലിയ തോതിലുള്ള കുറവ് സംഭവിച്ചു എന്ന ഒരു ചർച്ച കേരളത്തിലുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധന നടത്തുന്നത്. കേരളത്തിൽ 6% വോട്ടുകൾ 2019 അപേക്ഷിച്ച് ഇപ്പോൾ പോൾ ചെയ്യാതെ വന്നു എന്നാണ് ഒരു നിരീക്ഷണവും പഠനങ്ങളും പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ വലിയ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അപജയമാണോ, രാഷ്ട്രീയ നേതാക്കളുടെ അപജയമാണോ, രാഷ്ട്രീയ ബോധം ഈ സമൂഹത്തിൽ കുറയുന്നത് കൊണ്ടാണോ, യുവജനങ്ങളും യുവാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ജനാധിപത്യത്തിലും പ്രതീക്ഷ വെക്കാത്തത് കൊണ്ടാണോ എന്നൊക്കെയുള്ള ധാരാളം ചർച്ചകൾ വരേണ്ടതുണ്ട്. അങ്ങനെയുള്ള പഠനങ്ങളും വരേണ്ടതുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാകുന്നത്. കഴിഞ്ഞ കാലത്തൊക്കെ നോട്ട വോട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയൊരു ശതമാനം വർധനവ് ഓരോ ഘട്ടങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരാജകവാദത്തിൻ്റെയും ജനാധിപത്യ വിരുദ്ധതയുടെയും ഒരു ഏകാധിപത്യത്തെയും ഫാഷിസത്തെയും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മലയാളി യുവസമൂഹവും മാറുന്നുണ്ടോ, യുവജനത മാറുന്നുണ്ടോ എന്നുള്ള ഒരു പഠനവും പരീക്ഷണവും നിരീക്ഷണവും ഒക്കെ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ജനാധിപത്യത്തിൽ ഫാഷിസ്റ്റ് ശക്തികൾക്ക് പോലും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വരാൻ കഴിയുകയെന്ന തത്വം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു നിസ്സംഗതയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. 194 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. ആയിരക്കണക്കിന് നേതാക്കളും 10,000-കണക്കിന് പ്രവർത്തകരും അധ്വാന ഭാരത്തോടെ 40 ദിവസം കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലും വീടാന്തരവും ചുറ്റിയിറങ്ങി ഇലക്ഷൻ പ്രചരണവും ഇലക്ഷൻ വർക്കുകളും നടത്തിക്കൊണ്ടാണ് ഈ ഇലക്ഷൻ രംഗത്തേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നുപോയത്. അല്ലെങ്കിൽ മത്സരിക്കുന്ന 194 സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ ബോധമുള്ള പ്രവർത്തകരും നേതാക്കളും രംഗത്തേക്ക് വന്നത്. അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥരുടെ അധ്വാനവും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. വിവിധ മേഖലകളിലെ തൊഴിലാളികളും അധ്യാപകരും സർക്കാർ സർവീസിലെ ഉദ്യോഗസ്ഥരും പോലീസുകാരും എക്സ് പട്ടാളക്കാരും ഉൾപ്പെടെയുള്ള വലിയ ഒരു സംവിധാനം ചെലവഴിക്കപ്പെട്ട വലിയ അധ്വാനത്തിൻ്റെ അവസാന റിസൾട്ടാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച് ആ പെട്ടിക്കുള്ളിലേക്ക് നിക്ഷേപിച്ചത്. അപ്പോൾ ഇങ്ങനെ വലിയ അധ്വാനം വരുന്ന, വലിയ റിസൾട്ട് വരുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ ഈ തിരഞ്ഞെടുപ്പിനെ അത്ര പരിഗണന നൽകാതെ പോയ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു ചർച്ചയാകേണ്ടതുണ്ട്. അപ്പോഴാണ് 6% എന്ന് പറയുന്നത്. 6% എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ടർമാർ 2,77,49,159 പേരാണ് വോട്ടർ പട്ടികയിൽ പേരുള്ളത്. ആ ആളിൽ 6% വോട്ടിംഗ് രംഗത്ത് നിന്ന് മാറി നിന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കണക്കാണ്. ഏകദേശം 16,62,000-ലധികം ആളുകൾ വോട്ടിംഗ് രംഗത്ത് നിന്ന് പൂർണ്ണമായി മാറി നിന്നു എന്ന് പറഞ്ഞാൽ അതിന് വലിയ അപകടവും വലിയ ചർച്ചയും വരേണ്ടതുണ്ട്, വലിയ ചിന്തയും വരേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇരട്ട വോട്ടുകളെ സംബന്ധിച്ച് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി ഒരു പത്രസമ്മേളനം നടത്തി. അവർ പറഞ്ഞത് 1,61,237 അധിക വോട്ടുകൾ, ഇരട്ട വോട്ടുകൾ നമ്മുടെ ഒരു ലോകസഭാ മണ്ഡലത്തിൻ്റെ വോട്ടർ പട്ടികയിൽ തന്നെ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ബോധപൂർവം ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അറിഞ്ഞിട്ടും അത് തിരുത്താത്ത അധികാരികളുണ്ട് എങ്കിൽ അതൊരു ഗൗരവമായ വിഷയമാണ്. കാരണം 1,61,000-ലധികം ഇരട്ട വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ 20 മണ്ഡലങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 6%-നും 7%-നും മുകളിൽ ഇരട്ട വോട്ടുകളാണ് വോട്ടർ പട്ടികയിൽ വന്നത് എന്നാണ് അതിൻ്റെ ഒരു റേഞ്ച് വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അത് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലും കോടതിയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇരട്ട വോട്ടുകളെ സംബന്ധിച്ച്. അത് കുറ്റമറ്റ രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നാട്ടിലില്ല എങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം വലിയ ഒരു വോട്ടർ പട്ടികയിലെ വലിയ വിഭാഗം ആളുകൾ മാറി നിന്നു എന്നതിന് ഒരു പക്ഷേ ഇരട്ട വോട്ടുകൾ ഒരു വലിയ കാരണമാകാം.
അതേപോലെ തന്നെ ഇവിടുത്തെ യുവത മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും പ്രവാസികളായും പോകുന്ന ആളുകൾ, അവരുടെ വോട്ടിംഗ് വലിയ ഒരു കുറവ്, ഒരു വിടവ് ഈ പോളിംഗ് ദിനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ പ്രവാസികൾ, മരിച്ചുപോയവർ, ഇരട്ട വോട്ടുള്ള ആളുകൾ ഒക്കെ വരുന്നത് കൊണ്ടാകാം 6% വലിയ മാർജിൻ വോട്ട് ചെയ്യാത്തവരായി ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ 2019 തിരഞ്ഞെടുപ്പും 2024 തിരഞ്ഞെടുപ്പും തമ്മിലുള്ള 5 വർഷത്തിനിടയിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുന്ന ഈ വലിയ ക്രമക്കേടുകൾ, ഈ വലിയ മാറ്റത്തിരുത്തലുകൾ യഥാവിധി ഇലക്ഷൻ കമ്മീഷന് പരിശോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അകമഴിഞ്ഞ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ഇത്തരം ചെയ്തികൾ നടപ്പാക്കുന്നതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാതിരുന്നുകൂടാ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയും പിൻബലവുമില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഇരട്ട വോട്ടും ഒരു ബൂത്തിലും ചേർക്കാൻ സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വീട് മാറിപ്പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ഒരു ബൂത്തിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകളെ സംബന്ധിച്ച് നാട്ടിലെ ബൂത്ത് തല പ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് കൃത്യമായ ബോധ്യമുണ്ടാകും. ആ ബോധ്യം എന്തുകൊണ്ട് ഈ രംഗത്ത് വിനിയോഗിച്ചില്ല എന്നുള്ളതാണ് 1,61,237 അധിക വോട്ടുകൾ, ഇരട്ട വോട്ടുകൾ ഈ മണ്ഡലത്തിലുണ്ട് എന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് പത്രസമ്മേളനം നടത്തേണ്ടി വന്നത് എന്നുള്ളത് പ്രധാന കാര്യമാണ്. 1,43,33,499 വനിതാ വോട്ടർമാരും 1,34,15,293 പുരുഷ വോട്ടർമാരും ഭിന്ന ലിംഗക്കാരായ 367 വോട്ടർമാരും ചേർത്ത് 5,34,394 കന്നി വോട്ടർമാരുമാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം കൃത്യമായി സ്ത്രീകൾ ഇത്ര, പുരുഷന്മാരിത്ര, ഭിന്നലിംഗക്കാരിത്ര എന്ന് കൃത്യമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് ഇലക്ഷൻ കമ്മീഷൻ കണക്ക് തയ്യാറാക്കുമ്പോൾ ഇരട്ട വോട്ടുള്ള ആളുകൾ ഇവരാണ് എന്ന് കണ്ടെത്താൻ അവർക്ക് എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ഗൗരവമായി കാണേണ്ടതുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇതിന് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും 194 സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു. എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൃത്യമായി വിജയ ആശംസ നേരാൻ സാധിക്കുകയില്ല. ആ മത്സരരംഗത്ത് പങ്കെടുത്ത 194 ആളുകളും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള, ജനാധിപത്യത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് നടത്തിയത്. അതിനവരെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം നാടിൻ്റെ സ്വസ്ഥതയും സമാധാനവും തകർക്കുന്ന തരത്തിലേക്ക് രാജ്യത്തെ പേരുകളുടെ മാറ്റം, അതുപോലെ തന്നെ വർഗീയ വിഭജനങ്ങൾ, അമ്പലങ്ങളുടെയും അതുപോലെ തന്നെ ആരാധനാലയങ്ങളുടെയും മാറ്റവും മറിക്കലും തിരുത്തലും, അതിൻ്റെ രൂപമാറ്റവും, അത് നാളെ മറ്റൊന്നാകണമെന്നുള്ള ചിന്തയും ഒക്കെ പുലർത്തുന്ന രാഷ്ട്രീയ അധിനിവേശ ഫാഷിസ്റ്റ് ശക്തികൾക്ക് തീറെഴുതുന്ന മണ്ണായി കേരളം മാറാതിരിക്കേണ്ടതുണ്ട്. അങ്ങനെ കേരളത്തിലെ വൈറസ് ബാധിച്ച മനസ്സുകൾ ചിന്തിക്കുന്ന, അവരുടെ ഹൃദയത്തിനും അവരുടെ മസ്തിഷ്കത്തിനും ഏറ്റിട്ടുള്ള ആ വൈറസിൻ്റെ ചിന്താഗതികൾ ശുദ്ധീകരിക്കപ്പെടുന്ന റിസൾട്ടാകട്ടെ ജൂൺ 4 വരുന്നത്. ഫാഷിസ്റ്റ് പക്ഷത്തേക്ക് മാറിക്കൊണ്ട് അപരമത വിദ്വേഷവും അന്യമത വിദ്വേഷവും കഴിഞ്ഞ കാലത്ത് തങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള അപകടകരമായ അവഗണനകളും ഒഴിച്ചു നിർത്തലും മാറ്റി നിർത്തലും ഒക്കെ ഇന്ന് പ്രതികാരം ചെയ്യാൻ മറ്റാരെയെങ്കിലും കിട്ടിയാൽ അവരുടെ മുകളിലേക്ക് കയറാമെന്നുള്ള ചിന്തയും ഒക്കെ മാറ്റിവെക്കപ്പെടുന്ന ഒന്നാകട്ടെ ജൂൺ 4 റിസൾട്ട്. ആ റിസൾട്ടിന് ശേഷം ഇലക്ഷൻ കമ്മീഷനടക്കം വരേണ്ട പരിഷ്കരണങ്ങളിലേക്കുള്ള ചർച്ചകൾ നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ആ ചർച്ചകളിലെ പങ്കാളിത്തം ജനാധിപത്യത്തിൻ്റെ ഭാഗമായി, രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഭാഗമായി, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ ബോധത്തിൻ്റെ ഭാഗമായി നമുക്ക് ഉയർത്തിക്കൊണ്ടു വരേണ്ടതുണ്ട്. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി.